ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ പച്ചക്കടലയെന്ന് പറയും. അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെ കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ദേ കടല നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഞാനത് വെള്ളത്തിൽ അത് കുതിരാൻ വേണ്ടി ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാനതൊരു ഉച്ചയോടുകൂടി, ഉച്ചയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 11 മണിയോടുകൂടി ഞാൻ ഇട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഇട്ട് പിന്നെ വൈകിട്ട് അത് നേരെ കഴുകിയെടുത്ത് വേണ്ട കുക്കറിനകത്തോട്ട് ഇട്ടു. നേരെ കിഴങ്ങും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റോ ക്യാപ്സിക്കം തക്കാളി ഇങ്ങനെയുള്ളതെല്ലാം ചേർക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, തട്ടിക്കൂട്ടി കറി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു, ശകലം ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തു, ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ അടച്ച് അത് കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വേണ്ടേ ഞാൻ ആവശ്യത്തിനായ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു കേട്ടോ. എണ്ണ ചീൻചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു തേണ്ടേ. എണ്ണ ചൂടായതിന് ശേഷം നേരെ കടുക് തളിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ശകലം ഉഴുന്ന് ചേർക്കും കേട്ടോ. ഉഴുന്ന് ചേർത്തതിന് ശേഷം നേരത്തെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അത് ശകലം ഇങ്ങനെ അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ വറ്റൽമുളക് ചേർക്കും. ഈ വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല കേട്ടോ, പച്ചമുളക് തന്നെ ചുമന്ന് കഴിയുമ്പോഴേക്കും അത് ഉണക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കൂടെ അരിഞ്ഞതിന് ശേഷം നേരെ സവോളയും പച്ചമുളകും കൂടി ഇട്ട് അത് നേരെ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി വഴറ്റിയെടുക്കും കേട്ടോ. അത് നല്ല രീതിയിൽ വഴന്ന് വന്നു കഴിയുമ്പം മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ശകലം മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. ബാക്കി ഈ പൊടി ഐറ്റംസ് ചേർത്തത് നല്ല രീതിയിൽ അങ്ങോട്ട് കുഴമ്പ് പരുവത്തെ അങ്ങോട്ട് ഇളക്കിയെടുക്കും കേട്ടോ. വെള്ളം തൊടാത്ത രീതിയിൽ ഇളക്കിയെടുത്ത് അതിൻ്റെ എണ്ണ തെളിയണം. അതിനുശേഷം ഈ നമ്മുടെ പച്ചക്കടല വെന്തതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കത്തില്ല, ഈ കടലയുടെ വെള്ളം തന്നെ ചേർക്കുന്നു കേട്ടോ. ആ വെള്ളം ആദ്യം ഒന്ന് ചേർത്ത് നോക്കും, അതിൻ്റെ തിക്നെസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ പച്ചക്കടലയും കിഴങ്ങും ഇതെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് ഇളക്കിയെടുക്കും കേട്ടോ. ബാക്കി വെള്ളവും കൂടി എല്ലാം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ വെള്ളം ആവശ്യമാണെന്ന് തോന്നി വെള്ളം ഒഴിച്ചു. ആ നേരം കൊണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി കേട്ടോ. ഇപ്പോൾ കടല ഇടുമ്പോഴേക്കേ നമ്മൾ കറക്റ്റ് ഉപ്പ് അറിയത്തുള്ളൂ കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ കടലയുടെ ഉപ്പും ആ സവാളയുടെ നമ്മൾ ചേർത്ത ഉപ്പ് അത് രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഉപ്പ് ഈ തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് ഉപ്പ് അറിയാൻ പറ്റും. അങ്ങനെ ഉപ്പ് അറിഞ്ഞതിന് ശേഷം ഞാൻ പാലപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും കൂട്ടി അടിച്ച് കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ. അപ്പം എല്ലാവരോടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.